ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഓഗസ്റ്റ് 25 മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫല സൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ എപ്പിസോഡിലും പറയാറുണ്ട്, ഭാരതീയ ആചാരപ്രകാരമുള്ള ജ്യോതിഷ പ്രോഗ്രാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാരതീയ ആചാരപ്രകാരമുള്ള പരിഹാര നിർദ്ദേശങ്ങളായിരിക്കും ഇവിടെ പറയുന്നത്. വളരെ ലളിതമായിരിക്കും പരിഹാര നിർദ്ദേശങ്ങൾ, ജപധ്യാനാദികൾ, സ്തോത്രമന്ത്രാദികൾ, പിന്നെ ക്ഷേത്ര ദർശനം. ഇതാണ് നമ്മുടെ ഭാരതീയ ആചാരപ്രകാരമുള്ള പരിഹാര നിർദ്ദേശങ്ങൾ. അവിടെ വളരെ കോസ്റ്റ്ലി പൂജയോ ഹോമോ അങ്ങനെയൊന്നും ആവശ്യമില്ല. ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള പരിഹാരങ്ങൾ മാത്രം മതിയാകുന്നതാണ്. എന്നാൽ വാസ്തുപൂജ, നമ്മൾ ഗൃഹപ്രവേശ സമയത്ത് നടത്തുന്ന പൂജകളുണ്ടല്ലോ, അതായത് ഗണപതി ഹോമം, ഭഗവതി സേവ, പഞ്ചദുർഗാ പൂജ, മഹാസുദർശന ഹോമം, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഗൃഹവുമായിട്ട് ബന്ധപ്പെട്ട് ഗൃഹപ്രവേശത്തിന് നമുക്ക് ഉപയോഗിക്കാം. അല്ലാണ്ട് നമ്മൾ ക്ഷേത്ര പൂജ ധാരാളം മതിയാകുന്നതാണ്. അത് വലിയ പണച്ചെലവുള്ള കാര്യമല്ല. പിന്നെ ക്ഷേത്ര ചൈതന്യം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. നമ്മൾ മോഡേൺ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന ഭാരതീയ ആചാരപ്രകാരം അവിടെ ദൈവമല്ല, ദേവതയാണെന്നുള്ള കാര്യം അറിയുക. നമ്മൾ മോഡേൺ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആംപ്ലിഫയിങ് ഡിവൈസാണ്, ഒരു ടൂളാണ്. നമ്മുടെ പ്രാർത്ഥനകൾ, ആ വൈബ്രേഷൻ ലെവല് ആംപ്ലിഫൈ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു സെൻറ്ററാണ് ക്ഷേത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. പ്രത്യേകിച്ച് ക്വാണ്ടം ഫിസിക്സുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യുമ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നോബൽ പ്രൈസ് കിട്ടിയതൊക്കെ പരിശോധിക്കുക. വാട്ട് യു സീ ഈസ് നോട്ട് ദി റിയാലിറ്റി എന്നുള്ള അങ്ങനെയുള്ള അതിൻ്റെയൊക്കെ ഒരു സിനോപ്സിസ്, അബ്സ്ട്രാക്റ്റൊക്കെ ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ ആ ഒരു സിഗ്നിഫിക്കൻസ് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. പഴയ കാലത്ത് നമ്മൾ വിശ്വസിച്ചിരുന്ന എന്തായാലും പ്രാർത്ഥിച്ചോളൂ ഭഗവാൻ രക്ഷിക്കട്ടെ എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇന്ന് അതിന് കുറച്ചുകൂടെ ഒരു ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ച് സംസാരിക്കുവാൻ കഴിയും. കാരണം പ്രാർത്ഥന കൊണ്ട് നമ്മുടെ മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഫാക്കൽറ്റീസ്, നമ്മുടെ കഴിവുകളൊക്കെ ഉണർന്ന് പ്രവർത്തിച്ചു തുടങ്ങും എന്നുള്ള സൈക്കോളജിക്കൽ റിയാലിറ്റിയെക്കുറിച്ച് നമ്മളിന്ന് ബോധവാന്മാരാണ് എന്നുള്ളതാണ്. പ്രാർത്ഥന എത്രത്തോളം നമ്മുടെ ടാലൻസിനെ ശരിക്കും നന്നാക്കിയെടുക്കുവാൻ കഴിയും, അല്ലെങ്കിൽ ആംപ്ലിഫൈ ചെയ്യാൻ കഴിയും എന്നൊക്കെ നമുക്കിന്ന് ശാസ്ത്രീയമായിട്ട് തന്നെ വേണമെങ്കിൽ പറയാം എന്നുള്ളതാണ്. അപ്പോൾ പ്രാർത്ഥനയിൽ നിന്ന് വരുന്ന ഒരു കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്ന പലപ്പോഴും നമ്മുടെ ജീവിത വിജയത്തിന് വളരെയധികം സഹായകരമാകും എന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ യുക്തമായിട്ടുള്ള പ്രാർത്ഥനയാണ് ജ്യോതിഷം കൊണ്ടുവരുന്നത്. പിന്നെ അമ്പലത്തിൽ പോയി ഏതെങ്കിലും അമ്പലത്തിൽ പോയി ഏതെങ്കിലും രീതിയിൽ അങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ പോരെ എന്നൊക്കെ സാധാരണഗതിയിൽ നമ്മൾ റാഷണലായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ ചോദിക്കാവുന്നു. പക്ഷേ ജ്യോതിഷ ആചാരപ്രകാരം ഇന്ന ഗ്രഹങ്ങൾ ഇന്ന രീതിയിൽ, ഇന്ന രാശികളിൽ, ഇന്ന ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ഇന്ന പരിഹാരം എന്നുള്ളൊരു ഭാരതീയ വിശ്വാസ ആചാരമുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള പരിഹാരങ്ങളാണ് ഇവിടെ പറയുന്നത്. അത് വിശ്വാസത്തോടുകൂടി സമർപ്പണ മനോഭാവത്തോടെ അനുഷ്ഠിക്കുന്നതുകൊണ്ട് നമ്മുടെ അനുകൂലമായിട്ടുള്ള ഫലസൂചനകളിലെ തടസ്സങ്ങളൊക്കെ നീങ്ങും എന്ന് മാത്രമല്ല, പ്രതികൂലമായിട്ടുള്ള ഫലങ്ങളുടെ ആ ഇൻറ്റൻസിറ്റി കുറയ്ക്കുകയും ചെയ്യും എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. ഇക്കാര്യത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ സന്തോഷവും ലാഭവും മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം അറിയുക. പിന്നെ വലിയ പണച്ചെലവുള്ള പൂജയ്ക്ക് ഒന്നും നമ്മുടെ കഴിവിനനുസരിച്ചിട്ടുള്ള ഒരു വഴിപാട് ക്ഷേത്രത്തിൽ ചെയ്യുക എന്നതിന് ഉപരി നമ്മൾ വലിയ പ്രാധാന്യം പണച്ചെലവുള്ള പരിഹാരങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല എന്നറിയാം. പ്രോഗ്രാമിലേക്ക് ധാരാളം മെയിൽസ് വരുന്നുണ്ട്. യോജിച്ച രത്നം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. യോജിച്ച രത്നം പലപ്പോഴും പറയുമ്പോൾ രത്നങ്ങൾ, പ്രഷ്യസ് സ്റ്റോൺസ് എന്ന് പറയുന്ന ആസ് യു നോ ഇറ്റ് ഇസ് വെരി കോസ്റ്റ്ലി, വളരെ വില കൂടുതലാണ് പ്യുവറായിട്ടുള്ള പ്രഷ്യസ് സ്റ്റോൺസിന്. അപ്പോൾ അത് വാങ്ങി ധരിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ബിക്കോസ് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് എന്നുള്ളതാണ്. അപ്പോൾ പ്രാർത്ഥന ധാരാളം മതിയാകും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് രക്ഷ എന്ന് പറയുന്ന ജപിച്ച നൂല് ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങി ധരിച്ചു കഴിഞ്ഞാൽ അത് ധാരാളം മതിയാവുന്നതാണ്. ഈ കാര്യങ്ങൾ പ്രത്യേകം അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക. സമർപ്പണ മനോഭാവത്തോടെ പ്രാർത്ഥിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി രാശിഫലത്തിലേക്ക് കിടക്കാം. ആദ്യമായി മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം. പൊതുവെ സാമ്പത്തികമായിട്ട് ഉയർച്ച തന്നെയാണ് ഈ വാരവും കാണുന്നത്. ജോലിയിൽ ചെറിയ ഉയർച്ച, നേട്ടങ്ങൾ, പ്രൊമോഷൻ സാധ്യത ഇവയൊക്കെ വരാനുള്ള ഭാഗ്യമുണ്ട്. പുതിയ ജോലി തരപ്പെടാനുള്ള ഒരു യോഗവുമുണ്ട്
എന്നുള്ള കാര്യം അറിയാം. MNCയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് കമ്പനി മാറാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും. കമ്പനി മാറുന്നത് കൊണ്ട് നേട്ടങ്ങൾ വരും എന്നുള്ള ധാരണയിൽ കമ്പനി മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് കിട്ടാൻ യോഗമുള്ളൊരു സമയമാണ്. എന്നാൽ ആ ഒരു സെക്കൻഡ് തോട്ട് വേണം. ഇങ്ങനെ കമ്പനി ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രസൻറ്റ് വർക്ക് പ്ലേസിൽ നിന്ന് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് വരുമ്പോൾ ഒരുപക്ഷെ അത് ദൂരസ്ഥാനത്തായിരിക്കാം. സർവീസ് കണ്ടീഷൻസ് എങ്ങനെയാണ് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് ഒന്നറിയുന്നത് നന്നായിരിക്കും. പൊതുവേ ഉയർച്ചയുടെ ഒരു കാലം തന്നെയാണ്. എന്നാൽ കുറച്ച് അലച്ചിലും പ്രയാസങ്ങളും മെൻ്റൽ ടെൻഷനും ഒക്കെ ഉണ്ടാവും. ഈ രാശിയിൽ ജനിച്ച വളരെ ടെൻഷനുള്ള ആൾക്കാർക്ക് ടെൻഷൻ ഒന്ന് കൂടിയിരിക്കും എന്നുള്ളതാണ്. ഒരു വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കണം, കോപം വരാതെ ശ്രദ്ധിക്കണം, ഉറക്കം ശരിയാണോ എന്നൊന്ന് പ്രത്യേകം നോക്കുകയും വേണം. അത് വളരെ പ്രധാനമാണ്. യോഗധ്യാനം ശീലിക്കുന്നതുകൊണ്ട് പൊതുവെ ഈ കാര്യത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. മനസ്സിന് സമാധാനം ലഭിക്കും. വിവാഹ കാര്യങ്ങൾക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിവാഹ നിശ്ചയം, വിവാഹമൊക്കെ നടക്കുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം അറിയാം. ബന്ധത്തിൽ നിന്നോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരിൽ നിന്നോ പരിചയക്കാരിൽ നിന്നോ ഒക്കെയുള്ള വിവാഹാലോചനകൾ വരുവാനുള്ള സാധ്യതയും കാണുന്നു. സന്തതിയുടെ ജനന സാധ്യത ഉള്ള ഒരു കാലമാണ്. അപ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞവർക്ക്, സന്തതി പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് സന്തതിയുടെ ജനനം അങ്ങനെയുള്ള കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള സമയമാണ്. അപ്പോൾ പ്രാർത്ഥന കൊണ്ട് ഫലം ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് അനുകൂലമായിട്ടുള്ള ഫലങ്ങളിലെ തടസ്സങ്ങൾ നീക്കുവാനായി മഹാഗണപതിയെ പ്രത്യേകം പ്രാർത്ഥിക്കുക. ശ്രീ ഗണേശ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിക്കുക ദിവസവും എന്നുള്ളതാണ്. അപ്പോൾ ഓം ഗണേശായ നമഃ, ഓം ഗൗരീപുത്രായ നമഃ, ഓം സ്കന്ദാഗ്രജായ നമഃ, ഓം അവ്യയായ നമഃ. ഇത് അങ്ങോട്ട് ജപിച്ചുകൊള്ളുക നിരന്തരം മുടങ്ങാതെ. അത് രാവിലെ 5 പ്രാവശ്യവും വൈകുന്നേരം 5 പ്രാവശ്യവും ജപിക്കുന്നത് ഉത്തമ ഫലങ്ങൾ നൽകും എന്നുള്ളതിൽ സംശയം വേണ്ട. ഈ രാശിയിൽ ജനിച്ച അപൂർവം പേർക്കെങ്കിലും, കുറച്ച് പേർക്കെങ്കിലും, പൊതുവേ നല്ല സമയമാണ്. കുറച്ച് പേർക്കെങ്കിലും പഴയ കടമൊക്കെ ഉള്ളവർ, അവർക്ക് പെട്ടെന്ന് നല്ല സമയം വന്നാലും കാര്യങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ പഴയ ബാധ്യതയൊക്കെ അധികമുണ്ട് എന്നുണ്ടെങ്കിൽ പ്രത്യേക പ്രാർത്ഥന ആവശ്യമാണ്. അവരൊരു ജ്യോതിഷിയെ കണ്ട് ഇപ്പോഴത്തെ ദശാഭാരങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ച് അതൊന്ന് പരിശോധിച്ചതിന് ശേഷം അതിനും കൂടെ പരിഹാരം ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ സാമ്പത്തിക ബാധ്യതയൊക്കെ ഉള്ളവർ വെള്ളിയാഴ്ച അന്നപൂർണേശ്വരി ക്ഷേത്ര ദർശനം നടത്തി ഇവിടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളൂ. അന്നപൂർണേശ്വരി സ്തോത്രം ജപിക്കുന്നത് നല്ലതാണ്. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിരിക്കുക. ഇടവം രാശി കാർത്തിക അവസാനത്തെ 3/4 ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. ചെറിയ കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് വരുമാനം വർദ്ധിക്കുവാനുള്ള യോഗമുണ്ട്. പൊതുവെ ഈ സ്റ്റാഗ്നേറ്റഡ്, ഇപ്പോൾ നമ്മൾ സെയിലാകാത്ത സാധനങ്ങൾ പലതും സെയിലായി പോകുന്ന ഒരു കാലവുമാണ്. അത് വിൽക്കുവാൻ കഴിയുന്ന ഒരു കാലവുമാണ്. ചെറിയ ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് അവർക്ക് ബിസിനസ് ഒന്ന് വിപുലീകരിക്കുവാനോ അല്ലെങ്കിൽ ഗൃഹത്തിൽ അത്യാവശ്യം വേണ്ട വസ്തുക്കൾ വാങ്ങുവാനോ ഒക്കെയുള്ള സാമ്പത്തിക നിലയിലേക്ക് വരാനുള്ള യോഗം ഈ വാരം കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ജോലിയുള്ളവർക്ക് അഡീഷണൽ ഇൻകം വരാനുള്ള ഭാഗ്യമുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാതെ അല്പം പണം ലഭിക്കുവാൻ. എന്നാൽ ചിലവ് വളരെ അധികമായിരിക്കും എന്നുള്ളതുകൊണ്ട് ഒരു അഡീഷണൽ ഇൻകം ലഭിച്ചാലും അത് വലുതായിട്ടൊന്നും കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു ധാരണയുണ്ടാകും. എന്നാൽ വരുമാനം വർദ്ധിക്കുവാൻ തന്നെയാണ് യോഗം എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. അലച്ചിലും ക്ലേശവും വരുവാനുള്ള ഒരു സാധ്യതയും ഈ വാരം കാണുന്നുണ്ട്. ദൂരയാത്ര, നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യം നടത്തിയെടുക്കുവാനായിട്ട് ദൂരയാത്ര നടത്തുന്നു. എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയെ കാണുന്നില്ല, അല്ലെങ്കിൽ ഉദ്ദേശിച്ച കാര്യം അങ്ങോട്ട് പൂർണ്ണമാകുന്നില്ല എന്നുള്ളതുകൊണ്ട് ഒരു ടെൻഷൻ വരാം. അധിക പണച്ചെലവ് അതിനകത്ത് ഇൻവോൾവ് ആണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. പ്രണയിക്കുവാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് ഈ കാലം ഒട്ടും അനുകൂലമല്ല. തെറ്റായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പ്രണയമുള്ളവർക്ക് അതിലൊരു ബ്രേക്കപ്പ് ഒക്കെ വരാനുള്ള സാധ്യതയും ഏറെയാണ് എന്നുള്ളതുകൊണ്ട് കോപ സ്വഭാവവും എടുത്തുചാട്ട സ്വഭാവവും ഒക്കെ ഉള്ളവർ വളരെ നിയന്ത്രിച്ച് വേണം പെരുമാറാൻ. അതുകൊണ്ട് ഡൊമസ്റ്റിക് ബ്ലിസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, കുടുംബാന്തരീക്ഷം, കുടുംബത്തിൽ നിന്ന് വരുന്ന സമാധാനവും സന്തോഷവും, അതിനും അത്ര ഇങ്ങോട്ട് ഒരു അനുകൂലമായിട്ടുള്ള സമയമല്ല. നമ്മൾ യുക്തമായിട്ടുള്ള സംഭാഷണ രീതിയും പെരുമാറ്റ രീതിയും ശീലിക്കേണ്ട ഒരു വാരമാണെന്നറിയുക. കാരണം നമ്മുടെ പെരുമാറ്റം കൊണ്ട് വേണ്ടപ്പെട്ടവരകന്നു പോകുവാനുള്ള സാധ്യത ഏറെയാണ്. അത് ജീവിത പങ്കാളി ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ, ആശയവിനിമയം നടത്തുമ്പോൾ യു ഹാവ് ടു ബി വെരി കെയർഫുൾ എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓഫീസിലും അനാവശ്യമായിട്ടൊരു കാര്യത്തിൽ ഇടപെടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. നമ്മൾ പബ്ലിക്കായിട്ട് ഇരുന്ന് ഒരു കമൻറ്റ് പറയുമ്പോൾ അത് വളരെ ക്ലോസ് ആയിട്ടുള്ളവർക്ക് തന്നെ അത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചില കോൺസിക്വൻസസ് ഒക്കെ ഉണ്ടാകാം എന്ന് കാണുന്നു. അപ്പോൾ അതുകൊണ്ട് വികാരപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം
നിയന്ത്രണം അത്യാവശ്യം വേണം ഈ വാരം എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. വിവാഹ നിശ്ചയത്തിന് തരക്കേടില്ലാത്ത ഒരു വാരം തന്നെയാണ്. അതിനുള്ള അവസരം വന്നു ചേരുക, അതായത് മെച്ചമായിട്ടുള്ള വിവാഹാലോചനകളൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. പക്ഷെ അതിലെയും ഡിസിഷൻ മേക്കിംഗ് വളരെ ശ്രദ്ധയോടുകൂടി വേണം നടത്തേണ്ടത്. കാരണം നമുക്ക് യോജിക്കാത്ത വിവാഹബന്ധത്തിൽ ഏർപ്പെടാനുള്ള സാധ്യത ഏറെയാണ് എന്ന് ആചാര്യന്മാർ പറയുന്ന ഒരു സമയമാണ്. പൊതുവെ ആരോഗ്യപരമായിട്ട് ചെറിയ പ്രയാസങ്ങൾ വരാനോ വീഴ്ച മുറിവിനൊക്കെയുള്ളൊരു സാധ്യതയുള്ളതുകൊണ്ട് ഹൈ സ്പീഡ് ഡ്രൈവിങ്ങും റൈഡിങ്ങും രാത്രികാല സഞ്ചാരവും ഒഴിവാക്കുക. ഒരു പ്രായം കടന്നവർ, പ്രത്യേകിച്ച് 60 വയസ്സ്, വ്യാഴൻ്റെ ഒരു കാലം എന്ന് പറയുന്നത് 12 വർഷമാണ്. അപ്പോൾ 5 വ്യാഴവട്ട കാലം കഴിഞ്ഞവർക്ക് ആരോഗ്യപരമായിട്ട് ചെറിയ പ്രയാസങ്ങൾ വരാം. അവരുടെ മൂവ്മെൻറ്റിലൊക്കെ ശ്രദ്ധിക്കണം. വീഴ്ച വരാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാലവുമാണെന്നറിയാം. ജോലി സ്ഥലത്തുള്ള ടെൻഷൻ ഒഴിവാക്കേണ്ടതാണ്. ജോലി മാറുവാൻ പറ്റിയ സമയവുമല്ല. ദൈവാധീനം വരുത്തേണ്ട ഒരു കാലമായതുകൊണ്ട് വ്യാഴാഴ്ചകളിൽ വ്രതമെടുത്ത്, അതായത് മത്സ്യമാംസാദികൾ ഒഴിവാക്കി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളൂ. ശ്രീ വിഷ്ണു അഷ്ടോത്തര ശതനാമാവലിയോ അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഹരേ രാമ മന്ത്രമുണ്ടല്ലോ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള ആ ശ്ലോകം ഭക്തിപൂർവ്വം ജപിക്കുക. എല്ലാ പ്രയാസങ്ങളും ഭഗവാൻ നീക്കിത്തരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. മിഥുനം രാശി, മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യത്തെ 1/4 ഭാഗം. കുടുംബത്തിലുണ്ടായിരുന്ന ടെൻഷൻസ് അല്പം ഒന്ന് കുറയാം. പ്രത്യേകിച്ച് ഒരു സ്വയം നിയന്ത്രണം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് മാറി ഒരു സന്തോഷകരമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ്. വിവാഹകാര്യങ്ങളിൽ മധ്യമകാലം എന്ന് പറയാം. വിവാഹാലോചനയൊക്കെ വരാനുള്ള ഒരു ഭാഗ്യമുണ്ട്. പക്ഷെ അതിൽ ഒരു ഹേസ്റ്റി ആയിട്ടുള്ളൊരു ഡിസിഷൻ, സ്പീഡായിട്ട് ഒന്നും ചിന്തിക്കാതെയുള്ളൊരു ഡിസിഷൻ മേക്കിംഗ് വേണ്ട. പ്രത്യേകിച്ച് വളരെ കാലമായിട്ട് വിവാഹം നടക്കാതെ നമ്മൾ ബുദ്ധിമുട്ടുന്നവർ പെട്ടെന്നൊരു വിവാഹം വരുമ്പോൾ അങ്ങോട്ട് തീരുമാനിക്കാനും പിന്നീട് അത് ഓർത്ത് അത് വേണ്ടിയിരുന്നില്ല എന്നൊക്കെ നമ്മൾ തോന്നുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്താതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ജോലിയിലും അല്പം ഒരു ടെൻഷൻ, അനുകൂലമല്ലാത്ത ട്രാൻസ്ഫേഴ്സ്, പ്രതീക്ഷിച്ചിരിക്കുന്ന ട്രാൻസ്ഫറിന് ഒരു ഡിലേ വരിക, പ്രൊമോഷനൊരു ഡിലേ വരിക, സാലറി അരിയേഴ്സിനൊരു ഡിലേ വരിക, ഇതൊക്കെ ഉണ്ടാകാം. നമ്മളിപ്പോൾ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് ചെറിയ പ്രയാസങ്ങൾ വരുന്നത് കൊണ്ട് നമ്മുടെ ഒരു സാലറിക്കോ അല്ലെങ്കിൽ പ്രൊമോഷനോ ഒക്കെ തടസ്സം വരുവാനുള്ള സാധ്യതയും ഈ വാരം കാണുന്നുണ്ട്. വിവാഹകാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിവാഹ നിശ്ചയം നന്നായിട്ട് ജാതകപ്പൊരുത്തം നോക്കി വേണ്ട അന്വേഷണങ്ങൾ, നമുക്ക് ചേരുന്ന വ്യക്തിയാണോ എന്നൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രം വിവാഹബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വാരത്തിൽ. അതുകൊണ്ട് വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഒന്ന് ശ്രദ്ധിച്ചോളൂ. വിവാഹകാര്യത്തിലെ തടസ്സങ്ങൾ നീക്കുവാനായി തിങ്കളാഴ്ച വ്രതമെടുത്ത് ശിവക്ഷേത്ര ദർശനം നടത്തി കഴിയുമെങ്കിൽ അവിടെ ഒരു സ്വയംവര പുഷ്പാഞ്ജലി കഴിപ്പിച്ചോളൂ. വിവാഹവുമായി ബന്ധപ്പെട്ട എല്ലാ തടസ്സങ്ങളും പ്രയാസങ്ങളും നീങ്ങിപ്പോകും. ഓം നമഃ ശിവായ 108 പ്രാവശ്യം കൂടി ജപിച്ചോളൂ. ഉത്തമനായിട്ടുള്ള വരനെ അല്ലെങ്കിൽ വധുവിനെ ലഭിക്കുവാനായിട്ട് ഈ ജപം സഹായിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. കർക്കിടകം രാശി, പുണർദം അവസാനത്തെ 1/4 ഭാഗം, പൂയം, ആയില്യം. പല മാറ്റങ്ങളും വരുന്നതായി അനുഭവപ്പെടും. എന്നാൽ ജാതകത്തിൽ അത്ര അനുകൂലമായിട്ടുള്ള ദശാപഹാരങ്ങളല്ല എങ്കിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളുടെ സൂചന ഒന്ന് വന്നതിന് ശേഷം പിന്നീട് അതിൽ ഇപ്പോൾ കാര്യങ്ങൾ നടക്കാത്തത് സൂചന ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ അതിപ്പോൾ വസ്തുവാണെങ്കിൽ അത് വാങ്ങാൻ ആളുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ ആളെ കാണുന്നില്ലല്ലോ. വിവാഹ കാര്യത്തിലാണെങ്കിൽ ഇങ്ങോട്ട് വന്ന പ്രപ്പോസലിന് ഇങ്ങോട്ട് മറുപടി, പിന്നെ അങ്ങോട്ട് മറുപടി, അല്ലെങ്കിൽ അതൊന്ന് പ്രൊസീഡ് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെയുള്ള തോന്നലുണ്ടാകാം. അതുകൊണ്ട് തന്നെ കർക്കിടകം രാശിക്കാർ ജാതകം ഒന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതാണ്. ജാതകത്തിൽ ദശാഭാരങ്ങളുടെ ആ ഒരു ക്വാളിറ്റി ഒന്ന് നോക്കുക. ദശാഭാരങ്ങൾ അനുകൂലമല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഹാരങ്ങൾ അനുഷ്ഠിക്കണം. അതുപോലെ ബിസിനസ്സുകാരാണെന്നുണ്ടെങ്കിൽ ലാഭസ്ഥാനം ഒന്ന് നോക്കുക, ധനസ്ഥാനം നോക്കുക, കർമ്മഭാവം നോക്കി എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അതും പരിഹാരം അനുഷ്ഠിക്കേണ്ടത് അത്യാവശ്യം. കാരണം അനുകൂലമായിട്ടുള്ള സമയമാണ്. അപ്പോൾ പുതിയ അവസരങ്ങൾ തേടിയെത്തുന്ന ഒരു സമയവുമാണ്. നമ്മളെ അന്വേഷിച്ച് വരും എന്നുള്ളതാണ് അവസരങ്ങൾ. അപ്പോൾ അതുപോലും സാധ്യതയുള്ള ഒരു സമയത്ത് നമ്മൾ ജാതകത്തിൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണല്ലോ. എന്തായാലും ജപം അത്യാവശ്യം എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ചൊവ്വാപ്രീതിയും അത്യാവശ്യം എന്നുള്ള കാര്യം അറിയുക. ചൊവ്വാഴ്ച
വ്രതമെടുത്ത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി സുബ്രഹ്മണ്യ ഷോഡശ ദിവസവും കിഴക്ക് ദർശനമായിട്ട് 5 പ്രാവശ്യം ജപിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വാരത്തിൽ വിജയമുണ്ടാകുവാനുള്ള സാധ്യത ഏറെയാണ്. നഷ്ടത്തിലായിട്ടുള്ള ബിസിനസ്സൊക്കെ ലാഭത്തിലാക്കുവാനും ഈ ജപം കൊണ്ട് സാധിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ചിങ്ങം രാശി, മകം പൂരം ഉത്രമാദ്യത്തെ കാൽഭാഗം. യാത്ര അലച്ചിൽ ഇവ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് അങ്ങോട്ട് നടക്കുന്ന ഒരു വാരമല്ല എന്നുള്ള കാര്യവും അറിയാം. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രതീക്ഷ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അനുകൂലമായിട്ട് ഫലങ്ങൾ വന്നതായിട്ട് അനുഭവപ്പെടും. കാരണം പല കാര്യങ്ങളും ശരിയാകാനുള്ള യോഗമുണ്ട്. എന്നാൽ പൂർണ്ണമായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അങ്ങോട്ട് നടത്തിയെടുക്കുവാൻ കഴിയുന്ന ഒരു വാരമല്ല. ഇപ്പോൾ നമ്മളൊരാളെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവിടെ ആളുണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ അയാൾക്ക് നമുക്ക് ഉപകാരം ചെയ്യാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാവില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ അവിടുത്തെ എൻവയോൺമെൻറ്റിൽ വരാം. ഇങ്ങനെ നമ്മളെ സഹായിക്കുന്നവർക്കും ചെറിയ പ്രയാസങ്ങൾ വരുന്ന ഒരു കാലമായതുകൊണ്ട്, അതായത് കുടുംബത്തിലുള്ളവർക്കും ചെറിയ പ്രയാസങ്ങൾക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് മനസ്സിനുള്ള ഒരു ടെൻഷൻ ഏറിയിരിക്കും എന്നുള്ള കാര്യവും അറിയാം. അതായത് ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളിലുള്ള ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കുന്ന, വസ്തു വിൽപ്പന, വാങ്ങുക, വിവാഹം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി വേണം. മാറ്റിവെച്ചാലും തരക്കേടില്ല. അത്യാവശ്യമാണെങ്കിൽ മാത്രമേ ഈ വാരം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാവൂ. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ താല്പര്യം കുറയുന്ന വാരമാണ് എന്നുള്ളതാണ്. കോൺസെൻട്രേറ്റഡ് എഫേർട്ട് അത്ര അങ്ങോട്ട് സാധിക്കുന്ന ഒരു കാലമല്ല. കുറച്ചൊരു അലസത വരാം. എല്ലാ കാര്യത്തിലും ഒരു വാശിയും ദേഷ്യവും മാതാപിതാക്കളോട് കുട്ടികൾ പ്രകടിപ്പിക്കുന്ന ഒരു കാലവുമാണെന്ന് അറിഞ്ഞിരിക്കുക. ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഗൃഹത്തിൽ ഒരു കാം ആൻഡ് കൂൾ അറ്റ്മോസ്ഫിയർ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനും കഴിയും എന്നുള്ള കാര്യം അറിയാം. വാക്കുകൊണ്ട് ചെറിയ പ്രയാസങ്ങൾ വരാം. വാഹനം ട്രാഫിക് ഒഫൻസൊക്കെ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വീഴ്ചാമുറിവിനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അസമയത്തുള്ള യാത്ര കഴിയുന്നതും കുറയ്ക്കുക. ഇക്കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. സാമ്പത്തികമായി അല്പം മെച്ചപ്പെടാനുള്ള ഭാഗ്യമുണ്ട്. പൂരം നക്ഷത്രക്കാരൊന്ന് ശ്രദ്ധിക്കണം. അവരുടെ പഴയ ബാധ്യതകൾ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയവുമാണ്. ഈ ബാധ്യത പ്രയാസങ്ങളൊക്കെ അങ്ങോട്ട് നീങ്ങുവാനായി കനകധാരാ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. എല്ലാ ഐശ്വര്യങ്ങളും വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. കന്നിരാശി, ഉത്തര അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം ചിത്തിരാദ്യത്തെ പകുതി ഭാഗം. പല കാര്യങ്ങളും അനുകൂലമായി തുടങ്ങുന്നതിൻ്റെ ഒരു സൂചന ലഭിക്കുവാനുള്ള യോഗമുണ്ട്. ഉദാഹരണത്തിന് ഒരു ബിസിനസ് ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൈസൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒക്കെ ശരിയായി വരുന്നൊരു സമയമാണ്. ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങളൊക്കെ ലഭിക്കാം. ചിട്ടിയൊക്കെ ലഭിക്കാനും സാധ്യതയുണ്ട്. ഏതെങ്കിലും സോഴ്സിൽ നിന്ന് അല്പം പണം ലഭിക്കുവാനുള്ള ഒരു ഭാഗ്യം, അതിൻ്റെ ഒരു സൂചനയൊക്കെ കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഹയർ എഡ്യൂക്കേഷനുള്ള ഭാഗ്യം, നല്ല കോഴ്സസിന് ഇഷ്ടപ്പെട്ട കോഴ്സിന് തന്നെ അഡ്മിഷൻ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. വിവാഹ കാര്യങ്ങൾക്ക് കുറച്ചു കാലമായി വിവാഹം തടസ്സപ്പെട്ടിരുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കാണുന്നു. സിനിമ, ടി വി ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ്, അവാർഡ്, റെക്കഗ്നിഷൻ അവയൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. എന്നാൽ ചില ശത്രുത അങ്ങനെ, അതായത് ആരെങ്കിലും കൊണ്ട് നമുക്ക് ചെറിയ പ്രയാസങ്ങൾ, ചില സാഹചര്യങ്ങൾ കൊണ്ട് പ്രയാസങ്ങളൊക്കെ വരുവാനുള്ള സാധ്യത ഈ വാരം കാണുന്നു എന്നുള്ളതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ഒരു കോഷനും ഉണ്ട്, ഒരു ശ്രദ്ധ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രയാസങ്ങളൊക്കെ അങ്ങോട്ട് നീങ്ങിപ്പോകും. സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച, പ്രൊഫഷണലായിട്ടുള്ള ഉയർച്ച, എഡ്യൂക്കേഷന് ചേരുന്ന രീതിയിലുള്ള ഒരു ജോലി ലഭിക്കുവാനുള്ള ഭാഗ്യം, ഇതൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലും തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിലും ഉള്ള തടസ്സങ്ങൾ നീക്കുവാനായി അടുത്ത ക്ഷേത്രത്തിലെ ഗണപതിയെ ദിവസവും വണങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഗണേശ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കാം എന്നുണ്ടെങ്കിൽ പ്രയാസങ്ങളൊക്കെ, അതായത് അനുകൂലമായിട്ടുള്ള ഫലങ്ങളിലെ തടസ്സങ്ങളും പ്രയാസങ്ങളും നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം വേണ്ട. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. നല്ല വിവാഹബന്ധം, അതായത് ചേരുന്ന രീതിയിലുള്ള വിവാഹാലോചനകൾ വരുവാനും വിവാഹ നിശ്ചയത്തിനുമുള്ള സാധ്യതയുണ്ട്. അടുത്ത ശിവക്ഷേത്രത്തിൽ സ്വയംവര പുഷ്പാഞ്ജലി കഴിപ്പിച്ചോളൂ. ഇപ്പോൾ ചൊവ്വാദോഷം, രാഹുദോഷം, അങ്ങനെ എന്തെങ്കിലും ദോഷം കൊണ്ട് വിവാഹ കാര്യങ്ങളിൽ തടസ്സമുണ്ടെങ്കിൽ അത് നീങ്ങിപ്പോക്കോളും. ഓം നമഃ ശിവായ ദിവസവും 108 പ്രാവശ്യം ജപിച്ചോളൂ. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളും പൂർണ്ണമായിട്ട് നീങ്ങി ഐശ്വര്യം വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. തുലാം രാശി, ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം.
കുടുംബ ബന്ധങ്ങളിലെ പ്രയാസങ്ങൾ വരാൻ സാധ്യത ഏറെയുള്ള വാരമായതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സംസാരവും പെരുമാറ്റവും, ബന്ധുക്കളുമായിട്ടുള്ള സംസാരവും പെരുമാറ്റവും പ്രത്യേകം ശ്രദ്ധിക്കണം. ഗൃഹത്തിനകത്തുള്ള സംസാരവും പെരുമാറ്റവും, അത് കുട്ടികളോടായാലും ജീവിത പങ്കാളിയോടായാലും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. കാരണം അഭിപ്രായ വ്യത്യാസവും അകൽച്ചയും വരുവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് എന്ന് പ്രത്യേകിച്ചറിയാം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സോഷ്യലൈസേഷൻ ഒന്ന് ലിമിറ്റ് ചെയ്യുക. എല്ലാവരുമായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവുക, സംസാരിക്കുക, ടെലിഫോൺ ടോക്ക് നടത്തുക, ഇതൊക്കെ ഒന്ന് റിസ്ട്രെയിൻ ചെയ്യേണ്ട, നിയന്ത്രിക്കേണ്ട ഒരു വാരമാണ്. കാരണം തെറ്റിദ്ധാരണകൾ പെട്ടെന്ന് വരാം. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ തെറ്റിദ്ധാരണ ഏറെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയുക. അപ്പോൾ അതനുസരിച്ച് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പെരുമാറുന്നതുകൊണ്ട് ജീവിതത്തിലെ പല പ്രയാസങ്ങളും കുറയ്ക്കുവാൻ, വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അത് കുറയ്ക്കുവാൻ കഴിയും. അധിക പണച്ചെലവിനുള്ള സാധ്യത, പഴയ ബാധ്യതയുള്ളവർക്ക് മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ വരുവാനും സാധ്യതയുണ്ട്. അതിന് പരിഹാരം ഉണ്ട്. പരിഹാരം ചെയ്യുന്നതുകൊണ്ട് ആ പ്രയാസങ്ങൾ നീങ്ങിപ്പോകും. അതായത് വളരെയധികം കടം വാങ്ങിയിട്ടുള്ളവർ അതിൻ്റെ പലിശയുടെ പലിശയും ഒക്കെ എങ്ങനെ ഇപ്പോൾ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് മനസ്സിന് ടെൻഷൻ ഉണ്ടാകുന്നവരൊരു കാര്യം ചെയ്തോളൂ, മഹാലക്ഷ്മി സ്തോത്രം ജപിച്ചോളൂ. കഴിയുമെങ്കിൽ ദിവസവും അടുത്ത ദേവീക്ഷേത്ര ദർശനവും ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് ഈ ജപവുമാകാം. മഹാലക്ഷ്മി സ്തോത്രം അത് തിരക്കേടില്ല. ഏത് സ്തോത്രം മഹാലക്ഷ്മിയുടെ ജപിച്ചാലും തിരക്കേടില്ല. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ എന്നാരംഭിക്കുന്ന ആ സ്തോത്രം ജപിക്കുന്നത് ഉത്തമമായിട്ടുള്ള ഫലങ്ങൾ നൽകും എന്നുള്ളതിൽ സംശയം വേണ്ട. പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കാനുള്ളൊരു താല്പര്യം വരുമെങ്കിലും തൽക്കാലം അതിന് പറ്റിയൊരു സമയമല്ലാത്തതുകൊണ്ട് അത് മാറ്റിവെക്കുന്നതായിരിക്കും വളരെ നല്ലത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞോളുക. കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതുകൊണ്ട് അല്ലെങ്കിൽ അടുത്ത ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുന്നതുകൊണ്ട് നമ്മൾ ചില വ്യക്തികളെ കൊണ്ടോ സാഹചര്യത്തെ കൊണ്ടോ ഒക്കെ നമുക്ക് പ്രയാസങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് നീങ്ങിപ്പോകും എന്നുള്ളതിലും സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനീഴം, തൃക്കേട്ട. പല മാറ്റങ്ങളും പ്രത്യേകിച്ച് പ്രൊഫഷണൽ രീതിയിൽ ജോലിയിൽ പല മാറ്റങ്ങളും വരുന്ന ഒരു സമയമാണ്. നമുക്ക് അനുകൂലമല്ലാത്ത ട്രാൻസ്ഫേഴ്സ് വന്നാലും സാമ്പത്തികമായി മെച്ചപ്പെടുവാനുള്ള ഭാഗ്യം അല്ലെങ്കിൽ പൊസിഷൻ വൈസ് മെച്ചപ്പെടുവാനുള്ള ഭാഗ്യമുണ്ട്. ദൂരദേശത്തും വിദേശത്തും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു സമയം, അത് അവെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അലേർട്ടായിട്ടിരിക്കുക. ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ അപ്ലൈ ചെയ്യുക, അത് കിട്ടാൻ സാധ്യത ഏറെയുള്ള വാരമാണ് എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. ജീവിതത്തിൽ ഉയർച്ച വരുവാനും വരുമാനം വർദ്ധിക്കുവാനും ചെറിയ കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് ലാഭക്കൂടുതൽ അല്ലെങ്കിൽ സ്റ്റാഗ്നേറ്റഡ് ആയിട്ടുള്ള വസ്തുക്കൾ വിറ്റുപോകാൻ ഒക്കെയുള്ള ഒരു ഭാഗ്യമുണ്ട്. വസ്തു വിൽപ്പനയ്ക്കും യോഗമുള്ള സമയമാണ്. കൊടുക്കൽ വാങ്ങൽ, അതായത് എന്തെങ്കിലും കൊടുത്തിട്ട് പുതിയ കാര്യങ്ങൾ വാങ്ങാൻ, എക്സ്ചേഞ്ച്, കാർ എക്സ്ചേഞ്ച്, ബൈക്ക് എക്സ്ചേഞ്ച്, ഇതിനൊക്കെ പോസിബിലിറ്റിയുള്ള ഒരു വാരമാണെന്നറിയാം. പുതുവസ്ത്ര ലാഭം കാണുന്നുണ്ട്, ആഭരണ ലാഭവും കാണുന്നുണ്ട്. വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകുവാനുള്ള യോഗവുമുണ്ട് എന്നുള്ളതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് തിങ്കളാഴ്ച വ്രതത്തോടുകൂടി പ്രാർത്ഥിക്കുക. ശിവപാർവതീ സ്തോത്രം ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായിട്ട് ജപിക്കുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകും എന്നുള്ളതിന് സംശയം ഒന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കുക. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. പല കാര്യങ്ങളിലും ഒരു തടസ്സം, എല്ലാം ഒന്നും സ്റ്റക്കാകുന്നില്ലേ, ഒരു തടസ്സം വരുന്നില്ലേ, ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ട് നടക്കുന്നില്ലല്ലോ എന്നൊക്കെ തോന്നാം. TV അല്ലെങ്കിൽ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പലതരത്തിലുള്ള പ്രയാസങ്ങൾ എമർജ് ചെയ്യുന്ന ഒരു കാലമാണ് എന്ന് പ്രത്യേകിച്ചറിയാം. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം. ഹ്യൂമൻ ഇൻറ്ററാക്ഷൻ, അതായത് സോഷ്യലൈസിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അനാവശ്യമായിട്ടുള്ള സൗഹൃദം അല്ലെങ്കിൽ പുതിയ സൗഹൃദങ്ങളൊക്കെ സ്വീകരിക്കുന്നത് വളരെ ആലോചിച്ചതിന് ശേഷം മാത്രം മതി. സൗഹൃദം കൊണ്ട് പ്രയാസങ്ങളായിരിക്കും വരിക എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇപ്പോൾ തൽക്കാലം എപ്പോഴും അങ്ങനെയല്ല, സൗഹൃദം കൊണ്ട് നേട്ടങ്ങൾ വരാറുണ്ടല്ലോ. അപ്പോൾ ഇതിപ്പോൾ അത്ര നല്ല സമയമല്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കൂട്ടുകെട്ട് കഴിയുന്നതും കുറയ്ക്കുക. നമ്മുടെ സാംസ്കാരികമായിട്ട് നമുക്ക് ചേരുന്നവരുമായിട്ടുള്ള സൗഹൃദമായിരിക്കും ഏറെ നല്ലത് ഇപ്പോൾ തൽക്കാലത്തേക്ക്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് അറിഞ്ഞുകൊള്ളുക. വിവാഹ കാര്യങ്ങൾക്ക് കാര്യതടസ്സം കാണുന്നു. വിവാഹ നിശ്ചയമൊക്കെ
മറ്റൊരവസരത്തിലേക്ക് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് തോട്ട് കൊടുത്ത് ജാതകപ്പൊരുത്തമൊക്കെ നന്നായിട്ട് പരിശോധിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. പുതിയ കച്ചവടം ബിസിനസ്സിന് അനുയോജ്യമായിട്ടുള്ള സമയമല്ല. പാർട്ട്ണർഷിപ്പിനൊക്കെയുള്ള സാധ്യതകൾ തെളിഞ്ഞു വന്നാൽ പോലും അതിൻ്റെ ഡിസിഷൻ മേക്കിംഗ് മറ്റൊരു അവസരത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. വ്യാഴാഴ്ചകളിൽ വ്രതമെടുത്ത ശ്രീ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി അവിടെ പുഷ്പാഞ്ജലി കഴിപ്പിച്ചോളുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങുന്നുള്ളതിൽ സംശയം വേണ്ട. ശ്രീ വിഷ്ണു സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കേണ്ടതും അത്യാവശ്യമാണ് എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. അപ്പോൾ തടസ്സങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് നീങ്ങും എന്നുള്ളതാണ്. നീങ്ങി നമ്മുടെ കാര്യങ്ങൾ അങ്ങോട്ട് നടന്നു കിട്ടും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. മകരം രാശി ഉത്രാട അവസാനത്തെ 1/4 ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. അനുകൂല ഭാവങ്ങൾ പൊതുവെയുള്ള കാര്യങ്ങളിൽ കാണുന്ന ഒരു വാരം തന്നെയാണ്. അതിപ്പോൾ മെഡിക്കലായിട്ട് പ്രോബ്ലംസ് ഉള്ളവർക്ക് അതിൻ്റെ ഒരു ക്യൂറേറ്റീവ് ലെവൽ വളരെ ഹൈ ആയിരിക്കും. അതൊക്കെ അതായത് ചികിത്സ ഫലിക്കുന്ന ഒരു കാലമാണ് എന്ന് ആണ് എൻ്റെ ഒരു പരമാർത്ഥം. അതുപോലെ തന്നെ സന്തതികൾക്ക് ഉയർച്ച വരാം. അതുപോലെ സന്തതിയുടെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അതും കുറയുന്ന ഒരു സമയമാണ് എന്ന് പ്രത്യേകിച്ചറിയുക. അത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനോ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനോ ഒക്കെയുള്ള ഭാഗ്യമുണ്ട്. ദൂരയാത്ര, തീർത്ഥാടനം ഇവയ്ക്കുള്ള യോഗവും കാണുന്നു. പുതിയ കോഴ്സസിനൊക്കെ വിദ്യാർത്ഥികൾക്ക്, അതായത് മാനേജ്മെൻറ്റ് കോഴ്സസ്, മെഡിക്കൽ കോഴ്സസ്, എഞ്ചിനീയറിംഗ് കോഴ്സസ്, മാനേജ്മെൻറ്റ് കോഴ്സസ് ഇതിനൊക്കെ അഡ്മിഷൻ ലഭിക്കുവാനും മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന അനുഭവങ്ങൾ വരുവാനും ഭാഗ്യമുണ്ട്. ക്വാളിഫൈഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിന് ഡിസേർവിംഗ് പ്ലേസ്മെൻറ്റ് തന്നെ ലഭിക്കുവാനുള്ള യോഗവുമുണ്ടെന്നറിയാം. വിദേശ ജോലിയൊക്കെ തരപ്പെടാം, MNC ജോലി തരപ്പെടാം. ദൂരയാത്ര, വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അതും സാധ്യമാകുന്ന ഒരു വാരമാണ് എന്നുള്ള കാര്യം അറിയുക. പ്രാർത്ഥനയോടെ തടസ്സങ്ങൾ നീക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അടുത്ത ക്ഷേത്രത്തിലെ ഗണപതിയെ കഴിയുന്നതും ദിവസവും വണങ്ങുക, അത് വളരെ പ്രധാനമാണ്. അവിടെ ഒരു നാളികേരം നിവേദിക്കുന്നതും വളരെ നന്നായിരിക്കും. പ്രണമ്യ ശിരസാദേവം ഗൗരീപുത്രം വിനായകം എന്നുള്ള ഗണേശസ്തോത്രം ജപിക്കുന്നതുകൊണ്ട് സങ്കടങ്ങളൊക്കെ നമ്മുടെ മാറിക്കിട്ടും. അതായത് വൈകാരികമായിട്ടുള്ള എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മഹാഗണപതി നീക്കിത്തരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. കുംഭം രാശി അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം പൂരൂരുട്ടാതി ആദ്യത്തെ 1/4 ഭാഗം. കുടുംബത്തിലെ ഏതെങ്കിലും അംഗത്തിനൊക്കെ ചെറിയ പ്രയാസങ്ങൾ, വൈകാരികമായിട്ടുള്ളതോ ശാരീരികമായിട്ടുള്ളതോ ആയിട്ടുള്ള പ്രയാസങ്ങൾ വരാം. അപ്പോൾ അതുവഴി ധനനഷ്ടമോ ധനനഷ്ടം എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ജീവിതത്തിലുള്ള കാര്യമാണല്ലോ. അപ്പോൾ അധിക പണച്ചെലവ് വരാം എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അതുപോലെ വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുക, എന്തെങ്കിലും പ്രോഗ്രാംസിന് പോവുക, അങ്ങനെ അഡീഷണൽ എക്സ്പെൻസ്, അധിക ചെലവ് വരുന്ന ഒരു കാലവുമാണ് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. വിദ്യാർത്ഥികളാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. കൂട്ടുകെട്ട് കൊണ്ട് പ്രയാസങ്ങൾ വരാം. സ്കൂളിലും കോളേജിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ് വരാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. നമ്മുടെ കമ്പനി ഫ്രണ്ട്ഷിപ്പൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യേണ്ട സമയമാണ്. രാത്രികാല സഞ്ചാരമൊക്കെ കുറയ്ക്കുക. വീഴ്ചാമുറിവിനുള്ള സാധ്യതയുണ്ട്. ഹൈ സ്പീഡ് ഡ്രൈവിംഗ് ആൻഡ് റൈഡിംഗ് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. അസമയത്തുള്ള പാർട്ടിയിങ് ഒക്കെ യങ്സ്റ്റേഴ്സ് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ള കാര്യം അറിയുക. അഡ്വഞ്ചറസ് ട്രിപ്സും റിസ്കി റൈഡ്സും തൽക്കാലം ഈ വാരം വേണ്ട. പഠനകാര്യങ്ങളിലൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട കാലമാണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ യോഗധ്യാനം ശീലിച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് പലതരത്തിലുള്ള വൈകാരികമായിട്ടുള്ള ടെൻഷൻസ് കുറച്ച് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുവാൻ കഴിയും എന്നുള്ളതിലും സംശയം വേണ്ട. രാശിനാഥനായിട്ടുള്ള ശനിയെ പ്രാർത്ഥിച്ചോളൂ, എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകും. നമ്മൾ ദൈവാധീനം വർദ്ധിപ്പിക്കേണ്ട ഒരു കാലവുമാണ്. ശനിപ്രീതിക്കായിട്ട് ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ശനിയാഴ്ചകളിൽ ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം വ്രതാനുഷ്ഠാനത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുക. അതായത് മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുക, അത്രയേ ഉള്ളൂ. നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്ചരം എന്നുള്ള ആ ശ്ലോകം, ശനിപ്രീതികരമായിട്ടുള്ള ശ്ലോകം 9 പ്രാവശ്യമെങ്കിലും ദിവസവും ജപിക്കുക. എല്ലാ ഐശ്വര്യങ്ങളും വരുന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. മീനം രാശി പൂരുരുട്ടാതി അവസാനത്തെ 1/4 ഭാഗം, ഉത്രട്ടാതി രേവതി.
പൊതുവെ ഒരു അധിക ചെലവ് ഉണ്ടാകാം. കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ പ്രശ്നങ്ങളോ ചെറിയ ആരോഗ്യ പ്രയാസങ്ങൾക്കോ ഉള്ള സാധ്യതയുണ്ട്. ഗൃഹത്തിൽ പണച്ചെലവ് കൂടുതലായതുകൊണ്ട് അല്പം ഒരു സമാധാനക്കുറവ് അനുഭവപ്പെടാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പണം ഒന്ന് കൺട്രോൾഡായിട്ട് ചിലവാക്കേണ്ട ഒരു കാലമാണ്. അത് പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. ആഡംബരങ്ങൾക്കായി പണം ചിലവാക്കുന്നത് ഒഴിവാക്കുക. ദൂരയാത്രയൊക്കെ ഒന്ന് കുറച്ചുകൊള്ളുക. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ദൂരയാത്ര മതി എന്നുള്ളതാണ്. തീർത്ഥാടനവും ഉൾപ്പെടെയുള്ള ദൂരയാത്രകൾ അല്പം കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രം മതി. അത് ഈ വാരം തൽക്കാലം വേണ്ട എന്ന് സാരം. പുതിയ ബിസിനസ് ആരംഭിക്കുന്നത്, പുതിയ പ്രോജക്ട്സ്, ടെലിവിഷൻ ആയാലും ഫിലിം പ്രോജക്ട്സ് ആയാലും ആരംഭിക്കുന്നത് മറ്റൊരവസരത്തിലേക്ക് മാറ്റി വയ്ക്കുക. അതുപോലെ വിവാഹ കാര്യങ്ങളിലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കാരണവസ്ഥാനീയർ, ആചാര്യസ്ഥാനീയർ നമ്മൾ പറയും, അവരെയൊക്കെ നമ്മൾ വണങ്ങി അവരോട് അഭിപ്രായം ചോദിച്ചതിന് ശേഷം മാത്രം വൈകാരികമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. പ്രണയത്തിനൊട്ടും അനുകൂലമായിട്ടുള്ള സമയമല്ല എന്നറിയുക. തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം. അതൊക്കെ പിന്നീട് പ്രയാസങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്ന കാലമാണ്. വസ്തുവിൻ്റെ ട്രാൻസാക്ഷനും ഒക്കെ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. ഉത്രട്ടാതി നക്ഷത്രം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാരവുമാണ്. അധിക പണച്ചെലവ് കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ ഇവർക്ക് വരാം. ഈ രാശിക്കാർക്ക് പൊതുവെയും ഉത്രട്ടാതി നക്ഷത്രത്തിന് പ്രത്യേകിച്ചും എന്നുള്ളതുകൊണ്ട് മഹാലക്ഷ്മി പ്രാർത്ഥന അത്യാവശ്യമാണ്. കനകധാരാ സ്തോത്രം ജപിച്ചോളൂ. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ നീങ്ങുമെന്ന് മാത്രമല്ല, കുടുംബത്തിന് ഐശ്വര്യം വരും. അടുത്ത ക്ഷേത്രത്തിലെ ദേവിയെ ദിവസവും വണങ്ങി പ്രാർത്ഥിക്കുക. പ്രസാദധാരണവും വളരെ നല്ലതാണ്. അതൊരു രക്ഷയായി ഭവിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. 27 നക്ഷത്രക്കാരുടെ 12 രാശികളിലായി വരുന്ന 27 നക്ഷത്രക്കാരുടെയും ഫലസൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഇവിടെ പറഞ്ഞത്. ഈ പ്രോഗ്രാമിലേക്ക് മെയിൽ അയക്കാം. മെയിൽ ID പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ തിരഞ്ഞെടുക്കുന്ന മെയിൽസിന് റിപ്ലൈ പ്രോഗ്രാമിലൂടെ തന്നെ നൽകുന്നതാണ്. ലളിതമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങളായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. മെയിൽ അയക്കുമ്പോൾ കംപ്ലീറ്റ് നെയിമും ഏത് സ്ഥലത്തു നിന്നാണ് അയക്കുന്നതെന്നും ഉള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം ഡിസ്ട്രിക്റ്റ് മതിയാവുന്നതാണ്. നക്ഷത്രം, ഈ കാര്യങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. എന്താണ് അറിയേണ്ടത് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അതിനകത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് വിവാഹമാണോ, ബിസിനസ്സാണോ, യോജിച്ച ജോലിയാണോ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും അതിനകത്ത് വ്യക്തമായിട്ട് നമ്മൾ രേഖപ്പെടുത്തിയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ പറയാൻ കഴിയുള്ളൂ, എളുപ്പം പറയാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യം അറിഞ്ഞോളുക. ഇനി മെയിലിലേക്ക് കിടക്കാം. ആദ്യം മിസ്സസ് നീതു നായർ ആണ്, കായംകുളം. ഗസ്റ്റ് ലെക്ചററാണ്. 28 വയസ്സ്, അനിഴം നക്ഷത്രം. വിവാഹം കഴിഞ്ഞു, 1 വർഷമായി. ഇപ്പോൾ ഒരു തരത്തിലും യോജിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. ഒരു തരത്തിലും യോജിക്കുവാൻ കഴിയുന്നില്ല. ഇപ്പോൾ വേറെയാണ് താമസം. ഓൾറെഡി അങ്ങനെ മാറി താമസിച്ചു കഴിഞ്ഞു. വിവാഹ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. വിഷമിക്കാനൊന്നും തന്നെ ഇല്ല. ഇപ്പോഴുള്ള വിവാഹ ജീവിതത്തിലെ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ് തന്നെ ഒരു കൗൺസിലിങ്ങിൽ പരിഹരിക്കാം എന്നുള്ളതേ ഉള്ളൂ. 7 അല്പ പാപത്വമുണ്ട് എന്നുള്ളതാണ്. 7ാം ഭാവാധിപന് ദുസ്ഥാന സ്ഥിതിയുമുണ്ട്. അപ്പോൾ നമ്മുടെ ചോയ്സിൽ വന്ന ഒരു ചെറിയ പ്രയാസമാണ്. അത് വിഷമിക്കേണ്ട കാര്യമില്ല. പേഴ്സണാലിറ്റി കോമ്പാറ്റബിലിറ്റി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതേ ഉള്ളൂ. അതിനായിട്ട് ഒരു കൗൺസിലിംഗ് അത്യാവശ്യമാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ശിവപാർവതി സ്തോത്രം ദിവസവും കിഴക്ക് ദർശനമായിട്ട് ജപിക്കുക. ആചാരപ്രകാരം തിങ്കളാഴ്ച വ്രതമെടുത്ത് ഈ ശിവപാർവതി സ്തോത്രം 18 പ്രാവശ്യവും ജപിക്കേണ്ടത് അത്യാവശ്യം. അതുകൊണ്ട് വൈവാഹികമായിട്ടുള്ള വിവാഹ ജീവിതത്തിലെ പ്രയാസങ്ങൾ പൂർണ്ണമായിട്ടും നീക്കുവാൻ കഴിയും. മനസ്സിന് സമാധാനം ലഭിക്കും, സന്തോഷവും കുടുംബത്തിന് ഐശ്വര്യവും ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. നല്ലൊരു ജോലി തന്നെ ലഭിക്കാൻ അടുത്ത 6 മാസത്തിനകം ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് കുറച്ചുകൂടി പുരോഗതി വരും എന്നുള്ളതിലും സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ശ്രീ ധർമ്മപാലൻ ചിറയൻകീഴാണ്. മകൻ +2 പുരുരുട്ടാതി നക്ഷത്രം, കുംഭം രാശി. ഏത് ഫീൽഡാണ് നല്ലത്? ഇതിനകത്ത് ജാതകം അനുസരിച്ച് മെഡിക്കൽ ഫീൽഡാണ് നല്ലത്. അപ്പോൾ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ MBBS അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, നഴ്സിംഗ്, മെഡിക്കൽ ടെക്നോളജി ഇങ്ങനെയുള്ള ഫീൽഡും ഒക്കെ അനുയോജ്യമാണ് എന്നുള്ള കാര്യമല്ല. ഇപ്പോൾ ഫ്യൂഷൻ ടെക്നോളജി വേണമെങ്കിലാകാം, BSc MLT അങ്ങനെയുള്ള ലബോറട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ് ആകാം. അങ്ങനെ പറയുവാൻ കാരണം ഇപ്പോൾ പൊതുവേ പഠന കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമല്ല. അതായത് ശരീരത്തിന് ക്ഷീണമൊക്കെ വരുന്ന, മടിയൊക്കെ വരുന്ന ഒരു സമയമാണ്. ഒരു കോൺസെൻട്രേറ്റഡ് എഫേർട്ട് ഇപ്പോൾ പോസിബിൾ അല്ല. മാത്രമല്ല കുട്ടിക്ക്
അങ്ങനെ ഒരു ഇൻവോൾവ് ആയിട്ടുള്ള പഠനം, ഇൻവോൾവ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അങ്ങനെ ഇരുന്ന് വളരെ സമയം പഠിക്കുക, അപ്പോൾ അതിനൊക്കെയുള്ള കഴിവ് അല്പം ഒന്ന് കുറവാണ്. അപ്പോൾ ചെയ്യാവുന്ന ഒരു കാര്യം സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി എന്നാരംഭിക്കുന്ന ആ ശ്ലോകം 9 പ്രാവശ്യമെങ്കിലും ദിവസവും ജപിക്കുക. തീർച്ചയായിട്ടും പഠനകാര്യങ്ങളിൽ ഉയർച്ചയുണ്ടാവും. നല്ലൊരു ഫീൽഡിൽ തന്നെ ജോലി ലഭിക്കുവാനും ഉയർച്ചയ്ക്കും ഭാഗ്യമുണ്ട് എന്ന് മാത്രമല്ല, സരസ്വതി ക്ഷേത്ര ദർശനം കൂടി നടത്തിയാൽ ഉത്തമമായിട്ടുള്ള ഫലങ്ങൾ വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ചിഞ്ചു തോമസ് വടപളനി 39 years old എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 39 വയസ്സ്. ചിഞ്ചു തോമസ് വടപളനി. കത്ത് ഇംഗ്ലീഷിലാണ്, മെയിൽ ഇംഗ്ലീഷിലാണ്. I've been here for a long time, nearly 20 years, and I've been doing business on food products. നക്ഷത്രം ഇതിൽ അത്ത നക്ഷത്രമാണ് വരുന്നത് കേട്ടോ. താങ്കൾ ശ്രീമതി ചിഞ്ചു തോമസ് പറഞ്ഞ നക്ഷത്രമല്ല, അത്തം നക്ഷത്രമാണ് വരുന്നത്. ബിസിനസ് അനുയോജ്യം തന്നെയാണ്. ഈ ജാതകത്തിന് ബിസിനസ് അനുയോജ്യം തന്നെയാണ്. 11ാം ഭാവാധിപൻ മറഞ്ഞു നിൽക്കുന്നു, പക്ഷെ 12-ലൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ബിസിനസ്സിൽ ഇതിനു മുമ്പ് ലാഭം ഉണ്ടായിട്ടുണ്ട്, ഇനി ലാഭം ഉണ്ടാകുകയും ചെയ്യും. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഈ ലോസ് വരാനുണ്ടായ പ്രധാന കാര്യം, കോവിഡിൻ്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ. കോവിഡിന് ശേഷമാണ് ഈ ബിസിനസ്സിൽ ഒരു ഡിക്ലൈൻ വന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ബിസിനസ്സിൽ യു വിൽ പ്രോഗ്രസ്. ഫുഡ് ഇൻഡസ്ട്രി തന്നെയാണ് അനുയോജ്യം എന്നുള്ളതിൽ സംശയം വേണ്ട. ലഞ്ചും ഒക്കെ സെർവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. യു ക്യാൻ കണ്ടിന്യൂ വിത്ത് ദാറ്റ് ബിസിനസ്. ദിസ് ഇസ് ദി ഐഡിയൽ ഫീൽഡ് ഫോർ യു, നോ ഡൗട്ട് about it. So concentrate on your profession and march ahead and you will come up very well എന്നുള്ളതിലും സംശയം ഒന്നും തന്നെ വേണ്ട. Within the next 6 months you are likely to come to a better position and be happy about it. So you can march forward with all confidence. അടുത്ത മെയിൽ മിസ് ചിത്രാംഗത ശർമ്മ, മേഷരാശി 37 years, അൺമാരീഡ് ആണ്, അശ്വതി നക്ഷത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അശ്വതി നക്ഷത്രത്തിന് ഇപ്പോൾ ഭേദപ്പെട്ട സമയമാണ്. അപ്പോൾ അതുകൊണ്ട് വിവാഹം ഇപ്പോൾ ആലോചിക്കാവുന്നതാണ്. 7ാം ഭാവാധിപൻ 6-ൽ മറഞ്ഞു എന്നുള്ളതാണ്. ശനി ദൃഷ്ടിയും കൂടെയുണ്ട്. അപ്പോൾ വിവാഹം വൈകിയേ നടക്കുകയുള്ളൂ. മെയിലിൽ പറഞ്ഞിട്ടുണ്ട് നല്ല വിവാഹാലോചനകൾ വന്നിരുന്നു 12 വർഷം മുമ്പ്. പക്ഷെ അന്നൊന്നും അത്ര താല്പര്യമില്ലായിരുന്നു വിവാഹം കഴിക്കാനായിട്ട്. ഇപ്പോൾ പ്രായം കഴിഞ്ഞപ്പോൾ നല്ല വിവാഹാലോചനയൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. വിഷമിക്കാനൊന്നും തന്നെയില്ല. തിങ്കളാഴ്ച വ്രതം എടുത്തോളൂ. ഓം നമഃശിവായ ദിവസവും 108 പ്രാവശ്യവും ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും. നല്ലൊരു വിവാഹ ജീവിതം തന്നെ ലഭിക്കും എന്നുള്ളതിലും സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ഇന്നത്തെ ഈ ജ്യോതിഷ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു. മെയിൽ അയക്കാം പ്രോഗ്രാമിലേക്ക്. ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി പരിഹാര നിർദ്ദേശസഹിതം ഈ പ്രോഗ്രാമിൽ ലഭിക്കുന്നതാണ്. ജനന വിവരങ്ങൾ പൂർണ്ണമായിട്ടുണ്ടായിരിക്കണം. പൂർണ്ണമായിട്ടുള്ള പേരും എവിടെ നിന്നാണ് മെയിൽ ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസും ഉണ്ടായിരിക്കണം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ വാരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ.